വിവാദം കത്തിക്കയറുന്നുണ്ടെങ്കിലും എമ്പുരാൻ 100 കോടി ക്ലബിൽ കയറി. ലോകത്താകമനം റിലീസ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിലാണ് എമ്പുരാൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. എമ്പുരാൻ നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചലച്ചിത്ര ആസ്വാദകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് എമ്പുരാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാനു വേണ്ടി ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത്. മലയാള സിനിമ കണ്ട എക്കാലത്തെ മികച്ച ഓപ്പണറായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. എമ്പുരാൻ 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്ന എന്ന സന്തോഷ വാർത്ത അണിയറ പ്രവർത്തകർ തന്നെയാണ് പുറത്തുവിട്ടത്. ലോകത്താകമനം റിലീസ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിലാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. സിനിമയിലെ ചരിത്രത്തിലെ പുതിയ നേട്ടമാണിത്. അതിനിടെ വിവാദങ്ങൾക്കിടയിലും വിജയകരമായി പ്രദർശനം തുടരുന്ന എമ്പുരാന് ആരാധകരുടെ പിന്തുണയുമുണ്ട്. വിവിധ വിദേശ രാജ്യങ്ങളിലായി ചിത്രീകരിക്കുകയും മുൻനിര വിദേശ താരങ്ങളെ അണിനിരത്തുകയും ചെയ്ത ചിത്രം റിലീസിന് മുമ്പ് തന്നെ മലയാള സിനിമയിലെ വിവിധ റെക്കോർഡുകൾ തകർത്തിരുന്നു. എന്നാൽ എമ്പുരാന് ടിക്കറ്റ് ലഭിക്കാതെയും എമ്പുരാൻ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്തവർ എന്തു ചെയ്യുമെന്നുള്ള ആലോചനയിലാണ്. അവർ OTT റിലീസിനായി കാത്തിരിക്കുന്നുണ്ടാകും. എന്നാൽ OTT പ്രേക്ഷകർക്ക് അല്പം നിരാശയുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ദക്ഷിണേന്ത്യൻ ബിഗ് ബജറ്റ് സിനിമകൾക്ക് പലപ്പോഴും OTT റിലീസ് വലിയ ആശ്വാസമാണ്. തിയേറ്ററുകളിൽ മറ്റു ഭാഷക്കാർ അറിയാതെ പോയ ചിത്രങ്ങൾ OTTയിൽ വലിയ പ്രചാരം നേടാറുണ്ട്. എന്നാൽ മലയാളം ഉൾപ്പെടുന്ന ഭാഷകളിലെ ചിത്രങ്ങൾക്ക് OTT റിലീസ് സാമ്പത്തിക അപകട സാധ്യതകൾ കുറയ്ക്കും. അതിനാൽ തന്നെ റിലീസിന് മുന്നേ അവയുടെ OTT ഡീലും നടന്നിരിക്കും. എന്നാൽ എമ്പുരാന്റെ അന്തരീക്ഷം ഇതൊന്നുമല്ല പറയുന്നതെന്നാണ് സിനിമയിലെ പോലെ തന്നെ ട്വിസ്റ്റുള്ളത്. എമ്പുരാൻ മൾട്ടിപ്ലക്സ് പിന്തുണ നേടിയാണ് തിയേറ്ററുകളിൽ കുതിക്കാനെത്തിയിട്ടുള്ളത്. സിനിമ തിയേറ്ററിലെത്തി 8 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ OTTയിൽ എത്താനാകൂ എന്നാണ് നിബന്ധനയുമുള്ളത്. എന്നുവച്ചാൽ 1 മാസവും 26 ദിവസവും കഴിഞ്ഞു മാത്രമേ ഇതിന്റെ ഡിജിറ്റൽ പ്രീമിയർ തുടങ്ങാവൂ എന്നാണ് മൾട്ടിപ്ലക്സുകളുടെ നിർദ്ദേശം. 2 മാസമെങ്കിലും എമ്പുരാന്റെ OTT റിലീസ് വൈകിപ്പിക്കണമെന്ന നിബന്ധനയുള്ളതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ചിത്രത്തിന്റെ OTT റിലീസിനെ കുറിച്ചുള്ള മറ്റൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. വലിയ തുകയ്ക്കാണ് ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് റൈറ്റ്സ് ജിയോ സ്വന്തമാക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം നിലവിൽ സിനിമയ്ക്കായി ഒരു OTT കരാറും അന്തിമമാക്കിയിട്ടില്ലെന്നാണ് അണിയറ പ്രവർത്തകരുടെ വാദം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.